ഈശോയെ, നീ എനിക്ക് വേണ്ടി ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മാത്രമേ എൻ്റെ വീട്ടിൽ കയറാവൂ എന്ന്. അങ്ങനെ എനിക്ക് വിവാഹാലോചനകൾ വന്നപ്പോഴെല്ലാം വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചവർക്കൊന്നും വരാൻ സാധിച്ചില്ല. അവർക്ക് അന്ന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമായിരുന്നു. ഒരു വിവാഹാലോചന വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഈ വിവാഹമെങ്കിലും നടന്നു പോകട്ടെ, ഇത് മാറിപ്പോകണമെന്ന് നീ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ. ഈശോ എനിക്കായിട്ട് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന്. നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഹൈന്ദവ മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്കും പിന്നീട് സന്യാസിനിയായും മാറിയ സിസ്റ്റർ ട്രീസ മരിയയുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത്. ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിക്ക് വിശ്വാസി സമൂഹം അന്ത്യാഞ്ജലി അർപ്പിച്ചതും ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയും എറണാകുളം അങ്കമാലി അതിരൂപതാംഗവുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത്ത് കാലം ചെയ്തതും പോയ വാരത്തിലെ പ്രധാന വാർത്തകളായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കായി സ്വന്തം കൈയാൽ ഗ്രോട്ടോ നിർമ്മിച്ച അദിലാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടന്റെ വാർത്തകളും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ കാരുണ്യ തിരുനാളായി ആഘോഷിച്ച ചാലക്കുടി സെയിന്റ് മേരീസ് പുറാന ദേവാലയത്തിന്റെ വാർത്തകളും വിശേഷങ്ങളും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ജലജ ട്രീസ മരിയ എന്ന സന്യാസിനിയായി മാറി. ഹൈന്ദവ മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്കും പിന്നീട് സന്യാസിനിയായി മാറിയ സിസ്റ്റർ ട്രീസ മരിയയുടെ ദൈവവിളി അനുഭവം ശ്രദ്ധേയമാവുകയാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു സിസ്റ്റർ ട്രീസയുടെ ജനനം. ഡിഗ്രി പഠനത്തിനു ശേഷം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ജോലി ചെയ്യുകയായിരുന്നു സിസ്റ്റർ ട്രീസ മരിയ. കൂടെ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരിയുടെ പ്രാർത്ഥനാ ജീവിതമാണ് സിസ്റ്റർ ട്രീസയെ ബൈബിൾ വായനയിലേക്കും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്കും നയിച്ചത്. എൻ്റെ കൂടെ ഹോസ്റ്റലുണ്ടായിരുന്നത് ജിൻസി എന്നൊരു കത്തോലിക്ക സഭാംഗമായിരുന്നു. ആ കൂട്ടുകാരിയുടെ പ്രാർത്ഥന ഉപവാസവും കണ്ടാണ് ഞാൻ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. ആ കൂട്ടുകാരിയുടെ കയ്യിൽ IMS ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയ പ്രെയർ ബുക്ക് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു: എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയുടെ ഒരു സാക്ഷിയാക്കി മാറ്റണമെന്ന്. അതിൻ്റെ താഴെയായി കുറേ വചനങ്ങളും ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ആരാണെന്നോ വചനം എന്താണെന്നോ ഒന്നും എനിക്കന്ന് അറിയില്ല, എങ്കിലും അത് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഞാനങ്ങനെ കുറേ പ്രാർത്ഥനകളെല്ലാം അതിലുണ്ടായിരുന്നതെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഓഫീസിൽ പോകാറുള്ളായിരുന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ സത്യദൈവത്തെ കണ്ടെത്തി. ഈശോ സത്യദൈവമാണെന്നും ഏകരക്ഷകനാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ ആ ഈശോയെ തിരിച്ചു സ്നേഹിക്കണമെന്നും എനിക്ക് തോന്നി. ഞാൻ ഈശോയോട് ചോദിക്കുമായിരുന്നു, ഈശോയെ, ഞാൻ ജനിച്ചപ്പോൾ മുതൽ എന്തുകൊണ്ട് എന്നെ അങ്ങേ അറിഞ്ഞ് ജീവിക്കുവാൻ അനുവദിച്ചില്ല? അങ്ങനെ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചെറുപ്പം മുതലേ സ്നേഹിക്കില്ലായിരുന്നു എന്ന്. പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു, ഇതായിരുന്നു ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയെന്ന്. 18 വർഷക്കാലം ജോലി ചെയ്തതിനു ശേഷം 40ാമത്തെ വയസ്സിലാണ് സിസ്റ്റർ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്ത പ്രതിസന്ധി എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഇനി 40ാമത്തെ വയസ്സിൽ എന്നെ ഏത് സഭയിൽ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ചേച്ചി മഠത്തിൽ പോകാൻ തീരുമാനിച്ചുവെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സഭയിൽ ചേരണം കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ, എനിക്ക് ഏറ്റവും ചെറിയൊരു സഭ തന്നാൽ മതി. വലിയ സഭ തന്നാൽ അവിടെ ഒത്തിരി അംഗങ്ങൾ ഉണ്ടായിരിക്കും, അവർ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. പക്ഷേ ഈശോ എനിക്ക് വലിയൊരു സഭ തന്നുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു. FCC ആണെന്ന് ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാൻ FCCക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിശുദ്ധ അൽഫോൻസാമയുടെ ഒരു പ്രാർത്ഥന എനിക്ക് കിട്ടി. അതിൽ നോക്കി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, നീ എന്നെ ഈ സഭയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടുത്തെ അധികാരികൾക്ക് എന്നെ സ്വീകരിക്കണമെന്ന് തോന്നട്ടെ എന്ന്. 3 മാസത്തിനുള്ളിൽ ഈശോ ഉത്തരം നൽകി. FCCയുടെ സന്താമിയാനോ പ്രൊവിൻസ് നോയിഡ 40ാമത്തെ വയസ്സിൽ എന്നെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. 2010 ഏപ്രിൽ 1 ഒരു പെസഹ വ്യാഴാഴ്ച ഞാനവിടെ അർദ്ധിനിയായി സ്വീകരിക്കപ്പെട്ടു. യോഗ്യതയില്ലാത്ത എനിക്ക് മഹത്വമേറിയ ഈ സന്യാസ ജീവിതം ഒരു ദാനമായി ഈശോ നൽകിയപ്പോൾ 18 വർഷത്തെ എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. 2014 44ാമത്തെ വയസ്സിൽ പ്രഥമ വ്രത വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഈശോയുടെ മണവാട്ടിയായും FCCയുടെ അംഗമായും മാറി. തനിക്ക് ഒരു സന്യാസിനിയാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതിനാൽ തനിക്ക് വരുന്ന വിവാഹാലോചനകൾ മാറിപ്പോകാൻ പ്രാർത്ഥിച്ചിരുന്നുവെന്നും
സിസ്റ്റർ ട്രീസ പറയുന്നു. ഈശോയെ, നീ എനിക്ക് വേണ്ടി ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മാത്രമേ എൻ്റെ വീട്ടിൽ കയറാവൂ എന്ന്. അങ്ങനെ എനിക്ക് വിവാഹാലോചനകൾ വന്നപ്പോഴെല്ലാം വീട്ടിലേക്ക് വരാൻ ആഗ്രഹിച്ചവർക്കൊന്നും വരാൻ സാധിച്ചില്ല. അവർക്ക് അന്ന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമായിരുന്നു. ഒരു വിവാഹാലോചന വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഈ വിവാഹമെങ്കിലും നടന്നു പോകട്ടെ, ഇത് മാറിപ്പോകണമെന്ന് നീ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കേട്ടോ എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യൂ. ഈശോ എനിക്കായിട്ട് ആരെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന്. ഈശോയെ കിട്ടിയ വ്യക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനെന്ന് തന്റെ അമ്മയോട് താൻ പറയുമായിരുന്നുവെന്ന് സിസ്റ്റർ ട്രീസ പറയുന്നു. നീണ്ട 10 വർഷത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിലാണ് സിസ്റ്റർ ട്രീസ മാമോദീസ മുങ്ങി കത്തോലിക്ക സഭയിൽ അംഗമാകുന്നത്. ധ്യാനങ്ങളിലൂടെയെല്ലാം ഈശോ എന്നെ കൂടുതൽ വിശുദ്ധീകരിച്ചു. ഈശോയെ കൂടുതൽ അറിയുവാൻ ഇടയാക്കി. രാത്രികാലങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമായി തുടങ്ങിയപ്പോൾ ആ ദൈവത്തെ സ്വീകരിക്കണമെന്ന ആഗ്രഹം തീക്ഷ്ണതയായി. പക്ഷേ അച്ഛനെ അമ്മയെ വിഷമിപ്പിക്കാതെ അവരുടെ അനുവാദത്തോടുകൂടി വേണം മാമോദീസ സ്വീകരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി എത്ര നാൾ വേണേലും കാത്തിരിക്കാനും എന്ത് അപമാനം സഹിക്കുവാനും ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെ നീണ്ട് 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 2007 ഏപ്രിൽ 7-ാം തീയതി മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ഞാനൊരു കത്തോലിക്ക സഭാംഗമായി മാറി. FCC സന്യാസിനി സമൂഹത്തിന്റെ നോയിഡ പ്രൊവിൻസിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ് സിസ്റ്റർ ട്രീസ ഇപ്പോൾ. സിസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി FCC സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. 8 ദിവസം നീണ്ട പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും ഒരുക്കത്തോടെ ദേവാലയങ്ങളിലെ തിരുനാൾ ആചരണത്തിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു. തിരുസഭയിൽ ആചരിക്കപ്പെടുന്ന 3 ജനന തിരുനാളുകളിൽ ഒന്നാണ് പരിശുദ്ധ മറിയത്തിന്റെ തിരുനാൾ. AD 170 രചിക്കപ്പെട്ട വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷങ്ങളിൽ നിന്നുമാണ് പരിശുദ്ധ മറിയത്തിന്റെ ജനനത്തിന്റെ വിശുദ്ധ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അക്കാലത്ത് ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്ന യോവാക്കിമിന്റെയും അന്നയുടെയും വാർദ്ധക്യത്തിലെ മകളായിട്ടായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ ജനനം. കുഞ്ഞുനാളിൽ തന്നെ ദൈവത്തിനും ദേവാലയത്തിനുമായി സമർപ്പിക്കപ്പെട്ട പരിശുദ്ധ മറിയം ജോസഫുമായി വിവാഹനിശ്ചയം നടത്തുന്നതും തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നതും ദൈവപുത്രന്റെ അമ്മയാകുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നുണ്ട്. കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്റെ അമ്മയെ ലോകത്തിന് അമ്മയായി നൽകി മരിച്ച യേശുവിന്റെ ആഹ്വാനപ്രകാരം ക്രൈസ്തവർ പരിശുദ്ധ മറിയത്തെ തങ്ങളുടെയും അമ്മയായി വണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്നു. വിവിധ കാലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പരിശുദ്ധ മറിയം നൽകിയ പ്രത്യക്ഷീകരണങ്ങളും അവളോടുള്ള ഭക്തി സഭയിൽ പ്രചരിക്കാൻ ഇടയാക്കി. കോവിഡ് പശ്ചാത്തലത്തിലും വിശ്വാസികൾ ഏറെ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയുമാണ് തിരുനാൾ ആചരണത്തിൽ പങ്കുകൊണ്ടത്. ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിക്ക് വിശ്വാസി സമൂഹത്തിന്റെ അന്ത്യാഞ്ജലി. താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. താമരശ്ശേരി കല്യാൺ രൂപതകളുടെ മുൻ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളിക്ക് കണ്ണീരോടെ വിട. താമരശ്ശേരി മേരിമാത കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന സംസ്കാര ശുശ്രൂഷ രാവിലെ 10:30 ആരംഭിച്ചു. സംസ്കാര ശുശ്രൂഷയുടെ 2ാം ഭാഗത്തിന് മാർ ജോർജ് വലിയമറ്റം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്നു നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെരളങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ, കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, ബത്തേരി ബിഷപ്പ് ജോസഫ് മാർ തോമസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. രാഷ്ട്രീയ സഭാരംഗത്തു നിന്നും വിമർശനങ്ങൾ നേരിട്ട വ്യക്തിയാണ് മാർ പോൾ ചിറ്റിലപ്പള്ളിയെന്നും തന്നെ വിമർശിച്ചവർക്കെല്ലാം വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നുവെന്നും ദിവ്യബലി മധ്യേയുള്ള സന്ദേശത്തിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഒത്തിരി വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ അറിയാം.
രാഷ്ട്രീയ രംഗത്ത് നിന്ന്, സഭയുടെ ഉള്ളിൽ നിന്ന്, മറ്റു പല രംഗങ്ങളിലുള്ളവരും പ്രവർത്തിക്കുന്നവരെ കുറ്റം കേൾക്കുകയുള്ളൂ. ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരാളോടും വിരോധമില്ലാതെ ആരെന്തൊക്കെ പറഞ്ഞോ യേശുവിനെ പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ക്യാരക്ടർ എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു മഹാവ്യക്തിത്വമാണ് നമ്മുടെ പിതാവെന്ന് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം സഭയെ സ്നേഹിച്ചവനാണ്. മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന ശുശ്രൂഷയിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പിതാവ് ബലിപീഠത്തോടും ദേവാലയത്തോടും യാത്ര ചൊല്ലുന്നതിന്റെ ഭാഗമായി രൂപതയിലെ വൈദികർ പിതാവിന്റെ ഭൗതിക ശരീരം ബലിപീഠത്തിന്മേൽ 3 തവണയും ദേവാലയത്തിന്റെ ഇരുവശങ്ങളിലുള്ള വാതിലുകളിലും പ്രധാന കവാടത്തെങ്കിലും ഓരോ തവണയും മുട്ടിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തുങ്കുഴി, ബിഷപ്പുമാരായ മാർ തോമസ് തറയിൽ, ഡോക്ടർ അലക്സ് വടക്കുംതല, മാർ ടോണി നീലങ്കാവിൽ എന്നിവരും MST ഡയറക്ടർ ജനറൽ ഫാദർ ആന്റണി പെരുമായനും സംസ്കാര ശുശ്രൂഷയിൽ സന്നിഹിതരായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന സംസ്കാര ശുശ്രൂഷയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരും അൽമായ പ്രതിനിധികളും രാഷ്ട്രീയ പ്രമുഖരും മാർ ചിറ്റിലപ്പള്ളിയുടെ കുടുംബാംഗങ്ങളും മാത്രമാണ് പങ്കെടുത്തത്. ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയും എറണാകുളം അങ്കമാലി അതിരൂപതാംഗവുമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചേനോത്തിന് വിശ്വാസി സമൂഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ജപ്പാനിൽ വച്ചായിരുന്നു ബിഷപ്പിന്റെ മരണം. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മെയ് മാസത്തിലാണ് ബിഷപ്പിനെ ടോക്കിയോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1943 ഒക്ടോബർ 13 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കോക്കമംഗലം ഇടവകയിൽ ചേന്നോത്ത് ജോസഫിന്റെയും മറിയക്കുട്ടിയുടെയും മകനായി ജനിച്ചു. 1969 മെയ് 4 ഓസ്ട്രിയയിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. 1973 റോമിൽ വെച്ച് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടി. പോൾ 6 മാർപ്പാപ്പ മാർ ജോസഫ് ചെന്നോത്തിനെ മോൺസിഞ്ഞോർ പദവിയിലേക്ക് ഉയർത്തി. 1999 ഓഗസ്റ്റ് 24 ജോൺ പോൾ 2 മാർപ്പാപ്പ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. തുടർന്ന് മധ്യാഫ്രിക്കൻ റിപ്പബ്ലിക്, ചാണ്ട്, ടാൻസാനിയ എന്നിവിടങ്ങളിൽ വത്തിക്കാൻ സ്ഥാനപതിയായി. 2011 മുതൽ ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയാണ്. ഇംഗ്ലീഷ്, ലാറ്റിൻ, ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ, ജർമ്മൻ, ചൈനീസ് ഭാഷകൾ ഹൃദ്യസ്ഥമായിരുന്നു. 1986 ജോൺ പോൾ 2 മാർപ്പാപ്പയോടൊപ്പം കേരളം സന്ദർശിച്ച സംഘത്തിൽ അംഗമായിരുന്നു. ഒരാളുടെയും സഹായം തേടാതെ പരിശുദ്ധ അമ്മയ്ക്കായി സ്വന്തം കയ്യാൽ ഗ്രോട്ടോ നിർമ്മിച്ച് അദിലാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ ശ്രദ്ധേയനാകുന്നു. അദിലാബാദ് രൂപത മുൻ ബിഷപ്പ് മാർ ജോസഫ് കുന്നോത്ത് ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. തീപിടുത്തത്തിൽ നശിച്ച സാധു കുടുംബത്തിന്റെ ഭവനം പുനർനിർമ്മിക്കുവാൻ നേരിട്ടിറങ്ങിയ തെലങ്കാനയിലെ അദിലാബാദ് രൂപതയുടെ മാർ പ്രിൻസ് ആന്റണി പാണേങ്കാടൻ വീണ്ടും നവമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. പരിശുദ്ധ ദൈവമാതാവിന് പിറന്നാൾ സമ്മാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നി അദിലാബാദ് രൂപത പാസ്റ്ററൽ സെന്ററിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് ഗ്രോട്ടോ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ കഠിനാധ്വാനമാണ് ചർച്ചയാകുന്നത്. ഉരുളൻ കല്ലുകൾ ചുമക്കുന്നതു മുതൽ കുമ്മായം കൂട്ടുന്നതും കല്ലുറപ്പിക്കുന്നതുമെല്ലാം ഒറ്റയ്ക്കു തന്നെ നിർവഹിച്ച അദ്ദേഹം മാതാവിന്റെ ജനന തിരുനാൾ ദിനത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചെറിയ ഒരു ജലാശയവും ഇതോടൊപ്പം ഒരുക്കിയിട്ടുണ്ട്. അദിലാബാദ് രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കുന്നോത്ത് ഗ്രോട്ടോയുടെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. അദിലാബാദ് രൂപതയുടെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ നാമത്തിലുള്ള പാസ്റ്ററൽ സെന്ററിന്റെ മുന്നിലായാണ് ഈ ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കായി ഒരു ഗ്രോട്ടോ നിർമ്മിക്കണം, അതും സ്വന്തം പരിശ്രമത്താൽ തന്നെ. അതാണ് പിതാവിനെ ഗ്രോട്ടോ പണിയാൻ പ്രേരിപ്പിച്ചത്. ഇതിലൂടെ മാർ പ്രിൻസ് പാണേങ്കാടന്റെ മരിയ ഭക്തി ശ്രദ്ധേയമാകുകയാണ്. മാസങ്ങൾക്ക് മുൻപ് വീട് കത്തി നശിച്ച ഒരു ദരിദ്ര കുടുംബത്തിന് വീട് പണിത് നൽകുന്നതായി പണിയായുധങ്ങളുമെടുത്ത് നിർമ്മാണത്തിൽ പങ്കാളിയായി ശ്രദ്ധേയനായ വ്യക്തിയാണ് മാർ പ്രിൻസ് പാണേങ്കാടൻ. രാത്രി വൈകിയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ബിഷപ്പിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.
ജീവന്റെ ജീവനാം ഈശോയെ എന്ന ക്രിസ്തീയ ഭക്തിഗാനത്തിലൂടെ ജനമനസ്സുകളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഗായികയാണ് ഡയന ഷിനോയ്. കോവിഡ് ദിനങ്ങളിൽ പുറത്തിറങ്ങിയ ഈ ഗാനം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത്. ജീവന്റെ ജീവനാം ഈശോയേ, എൻ ജീവിതത്തിൻ സൗഭാഗ്യമേ. ജീവന്റെ ജീവനാം ഈശോയേ, എൻ ജീവിതത്തിൻ സൗഭാഗ്യമേ. നിറയണേ എന്നുള്ളിൽ കുളിർത്തിന്നലാൽ, അറിയുവാൻ നിന്നുള്ളം ഈ മഹിയിൽ, അറിയുവാൻ നിന്നുള്ളം ഈ മഹിയിൽ. ജീവന്റെ ജീവനാം ഈശോയെ എൻ ജീവിതത്തിൻ സൗഭാഗ്യമേ എന്ന ഗാനം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ച ഗാനമാണ്. ഒറ്റപ്പാട്ടുകൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ സാധിച്ച ഭാഗ്യവതിയായ ഗായികയാണ് താനെന്നും അതിനാൽ താൻ എന്നും ക്രിസ്തുവിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും ഡയന പറയുന്നു. ഫാദർ സജി മേത്താനത്ത് രചിച്ച വരികൾക്ക് ഷാൻഡി ആന്റണി അങ്കമാലിയാണ് സംഗീതം നൽകിയിരിക്കുന്നത്. സക്രാരി മുന്നിലായി അണഞ്ഞിടുമ്പോൾ സന്തോഷമോടവൻ അരികിലെത്തും. ഉള്ളതും നൽകുമീ ബലിയിൽ ഈശോയെ സ്വീകരിക്കാം. ഉള്ളതും നൽകുമീ ബലിയിൽ ഈശോയെ സ്വീകരിക്കാം. ആ സ്നേഹം അനുഭവിക്കാം. ചെറുപ്പകാലം മുതൽ പള്ളിക്കോയറിൽ പാടിയിരുന്ന ഡയന തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം വളരെ മനോഹരമായി ഉപയോഗിച്ചു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ എന്ന ഗാനവും ഡയന പാടിയിരിക്കുന്നത് വളരെ മനോഹരമായാണ്. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ, ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ, സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ, ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ, സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. അമേരിക്കയിലെ ഡാളസിലെ സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകാംഗമാണ് ഡയന. ഡയനയുടെ സംഗീതത്തിലുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാവിധ പിന്തുണയുമായി ഭർത്താവ് ഷിനോയ് ജോർജും ഒപ്പമുണ്ട്. മലയാളം പോലെ തന്നെ ഹിന്ദി, സുറിയാനി, ഇംഗ്ലീഷ്, തമിഴ് ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഡയന അതിമനോഹരമായി പാടും. धन्यवाद की स्तुति गाऊंगी, हे यीशु मेरे खुदा. उपकार तेरे हैं बेशुमार, कोटि कोटि स्तुति धन्यवाद. ബലിയേക്കാൾ വലുത് എന്ന കഥാപ്രസംഗത്തിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ സിസ്റ്റർ ഫെമി CMCയുടെ വിശുദ്ധ ചാവറയച്ചൻ എന്ന കഥാപ്രസംഗം ശ്രദ്ധേയമാകുന്നു. വിശുദ്ധ ചാവറയച്ചന്റെ ചാവറലുകളാണ് കഥാപ്രസംഗത്തിന്റെ ഉള്ളടക്കം. പ്രിയമുണ്ടെന്നേറിയതും കുണുങ്ങിയാടുന്ന കുണുക്കതും കവണിയും കയ്യിൽ കൊന്തയും പിന്നെ നെഞ്ചിലെ ശതനാമവും. ബലിയേക്കാൾ വലുത് എന്ന കഥാപ്രസംഗത്തിലൂടെയാണ് സിസ്റ്റർ ഫെമി ശ്രദ്ധേയായത്. വിശുദ്ധ ചാവറയച്ചന്റെ 150-ാം ചരമശതാബ്ദി ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് സിസ്റ്റർ ഫെമി കഥാപ്രസംഗം നടത്തിയത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കൈനകരി എന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ ചാവറ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു പുണ്യാത്മാവ്, വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന പുണ്യ പുരോഹിതന്റെ ഒരു ഓർമ്മ പുതുക്കൽ ഞാൻ അവതരിപ്പിക്കട്ടെ. വിശുദ്ധ ചാവറയച്ചൻ. യേശുവിൻ പ്രിയദാസനാ, കുടുംബങ്ങൾ കുത്താരകനാ,
മാർഗദർശിയാം സൽഗുരുവാ ചാവരുൾ ഇതിഹാസമാ. വിശുദ്ധ ചാവറയച്ചന്റെ അന്തിമ വചസ്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് കഥാപ്രസംഗം പുറത്തിറക്കിയതെന്ന് സിസ്റ്റർ ഫെമി പറയുന്നു. വിശുദ്ധ ചാവറയച്ചന്റെ 150-ാം ചരമശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷത്തില് ചാവറയച്ചന്റെ അന്തിമ വചസ്സുകൾ, അതായത് ചാവരുൾ എന്നറിയപ്പെടുന്ന അന്തിമ വചസ്സുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നൊരു ആഗ്രഹമാണ് ഇതിലൂടെ ഞങ്ങൾക്കുള്ളത്. സിസ്റ്റർ ഫെമിയുടെ പിതാവ് ഫ്രെഡിയാണ് കഥാപ്രസംഗം എഴുതി സംഗീതം ചെയ്തത്. സിസ്റ്റർ ഫെമി ചെറുപ്പം മുതൽ കഥാപ്രസംഗം അവതരിപ്പിക്കുമായിരുന്നു. ഈ കഥാപ്രസംഗത്തിലെ കാതികയും സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സിസ്റ്റേഴ്സ് തന്നെയാണ്. ധർമ്മം ചെയ്യണം നീ ദൗത്യം പോലെ, ലുബ്ധും ധാരാളിത്തും തിന്മയല്ലോ. ധർമ്മം ചെയ്യണം നീ ദൗത്യം പോലെ, ലുബ്ധും ധാരാളിത്തും തിന്മയല്ലോ. കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സന്യാസിനിമാരാണ് സംഘത്തിലെ 4 പേരും. രക്താർബുദം ബാധിച്ച കുട്ടിക്ക് മൂലകോശം നൽകി കാരുണ്യത്തിന്റെ കരസ്പർശമായി മാറിയ ഇരട്ടകളായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ശ്രദ്ധേയരാകുന്നു. ഷെക്കേന ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന റൈറ്റ് ആൻസർ എന്ന പ്രോഗ്രാമിന്റെ അവതാരകരാണ് മിന്നയും മിന്നിയും. സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ് രക്താർബുദം ബാധിച്ച കുട്ടിക്കായി മൂലകോശം തേടിയത്. ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗികൾക്ക് അവസാനത്തെ പ്രതീക്ഷയാണ് മൂലകോശം മാറ്റിവെക്കൽ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ധാത്രി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സ്റ്റെം സെൽസ് ഡൊണേഷനുമായി ബന്ധപ്പെട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് ലഭിച്ച പ്രചോദനത്താലാണ് ഇരുവരും 2017 ധാത്രി സ്റ്റെം സെൽസ് രജിസ്റ്ററിൽ പേര് നൽകിയത്. 4.5 ലക്ഷം പേരിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ ഇരട്ട സഹോദരിമാരായ മിന്നയുടെയും മിന്നിയുടെയും മൂലകോശമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇരുവരുടെയും സ്റ്റെം സെൽസ് മാച്ചായിരുന്നെങ്കിലും 7 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് മിന്നയാണ് സ്റ്റെം സെൽസ് നൽകിയത്. കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു കോശദാനം നടന്നത്. ഒരു തവണ നടപടി പൂർത്തിയാക്കി മടങ്ങിയ മിന്ന വേണ്ടത്ര സെല്ലുകൾ ലഭിച്ചില്ലെന്നറിഞ്ഞതോടെ വീണ്ടും എത്തി. ഒരു വെയിനിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു, സ്റ്റെം സെൽസ് മാറ്റുന്നു, ബാക്കി ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ തന്നെ തിരിച്ചു കഴിഞ്ഞു. ബ്ലഡൊന്നും ആരും കൊണ്ടുപോകത്തില്ല, യാതൊരു പ്രശ്നമില്ലാതെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. പിന്നീട് സെക്കൻഡ് ഡേയുടെ ആവശ്യം വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ എടുത്ത ആ ഒരു കൗണ്ട്, ഫസ്റ്റ് ഡേ എടുത്ത കൗണ്ട് ആ കുട്ടിക്ക് മെറ്റായിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ സ്റ്റെം സെൽസ് ആ കുട്ടിക്ക് വേണമായിരുന്നു. സോ ഞങ്ങൾ സെക്കൻഡ് ഡേ ഓക്കെ പറഞ്ഞു. അപ്പൊ സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കയ്യിൽ ഓൾറെഡി ഫസ്റ്റ് ഡേ 2 കൈന്ന് കുത്തിയത് കൊണ്ട് ഇനി ശരിക്കും എന്താണ് എടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാലിൽ നിന്നാണ്. സോ കാലിൽ നിന്ന് എടുക്കുന്നത് ഫെബ്രുവരി വീടിനാണ്. സോ അന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും, ഒരു ദിവസം ഒബ്സർവേഷൻ ബ്ലീഡിംഗ് ഉണ്ടാവുമെന്നൊരു സംശയം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ പറയുന്നത്. സോ സെക്കൻഡ് ഡേ ഞങ്ങൾ പോയി അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കാലിൽ നിന്നുള്ള ഡൊണേഷൻ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ 5 days ഓഫ് ഇഞ്ചക്ഷൻ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ കുട്ടി ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഇവിടെയുള്ള കുട്ടിയാണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും ആ കുട്ടി സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളിൽ നിന്ന് 2 തവണ കോശങ്ങൾ സ്വീകരിക്കുന്നതും സംസ്ഥാനത്ത് ഇതാദ്യമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലെ IBS സോഫ്റ്റ്വെയറിൽ എഞ്ചിനീയർമാരാണ് ഇരുവരും. കോതമംഗലം രൂപതയിലെ ഏനനല്ലൂർ നീരോരിക്കൽ ഷാജി ഷൈനി ദമ്പതികളുടെ മൂത്ത മക്കളാണ് മിന്നയും മിന്നിയും. ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ കാരുണ്യ തിരുനാളായി ആഘോഷിച്ചു. 10 ലക്ഷം രൂപയുടെ കാരുണ്യ പദ്ധതികളാണ് ഇതിനോടനുബന്ധിച്ച് പൂർത്തീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ചാലക്കുടിയിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ അമ്മയുടെ ജനന തിരുനാളിൽ നാനാജാതി മതസ്ഥരായ ആയിരങ്ങൾ മധ്യസ്ഥം അപേക്ഷിച്ചും ഊട്ടുനേർച്ചയിലും സംബന്ധിക്കാറുണ്ട്. കോവിഡിന്റെ സാഹചര്യത്തിൽ അതിനു പകരം കാരുണ്യ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. വൃക്ക രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയം സഹായം നൽകും. അതിനായി ജില്ലയിലെ 4 ആശുപത്രികൾ തിരഞ്ഞെടുത്തു. ഇവിടെ ഡയാലിസിസും ക്യാൻസർ ചികിത്സയും നൽകും. നിലമ്പൂരിന് സമീപം കവളപ്പാറ പാതാർ ദുരന്തത്തിൽ ഭവനം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ സമാഹരിച്ച് ഭവനം നിർമ്മിച്ചു നൽകി. അതിന്റെ താക്കോൽദാന കർമ്മം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. 2019 നിലമ്പൂരിലുണ്ടായ ദുരന്തത്തിൽ ചാലക്കുടി ദേവാലയത്തിലെ യുവജന സംഘടനകൾ സഹായവുമായി പോയിരുന്നു. ഡയാലിസിസിനും ക്യാൻസർ ചികിത്സയ്ക്കുമുള്ള സഹായങ്ങൾ ചാലക്കുടി സർക്കാർ താലൂക്ക് ആശുപത്രിക്കും സെയിന്റ് ജെയിംസ് ആശുപത്രിക്കും കരാഞ്ചിറ മിഷൻ ആശുപത്രിക്കും കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ആശുപത്രി പ്രതിനിധികൾക്കും കൈമാറി. പരിശുദ്ധ അമ്മയുടെ തിരുനാളിലെ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോസ് പാലാട്ടി, ഫാദർ വർഗീസ് പാത്താടൻ തുടങ്ങിയവർ സഹകാർമ്മികരായി.
കൂടുതൽ കാലം ജീവിച്ച മാർപ്പാപ്പമാരുടെ പട്ടികയിൽ എമിററ്റസ് ബെനഡിക്ട് 16 പാപ്പ 1-ാം സ്ഥാനത്തെത്തി. 93 വർഷത്തിലേറെ ജീവിച്ച ലിയോ 13 മാർപ്പാപ്പയെ മറികടന്നാണ് എമിററ്റസ് ബെനഡിക്ട് 16 പാപ്പ 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. 1600 ശേഷമുള്ള മാർപ്പാപ്പമാരുടെ പ്രായം കണക്കിലെടുത്താണ് 93 വർഷവും 4 മാസവും 3 ദിവസവും തികച്ച ലിയോ 13 മാർപ്പാപ്പയെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച മാർപ്പാപ്പയായി പരിഗണിച്ചു വരുന്നത്. ഈ റെക്കോർഡാണ് എമിററ്റസ് ബെനഡിക്ട് 16 പാപ്പ തിരുത്തിയിരിക്കുന്നത്. സ്ഥാനത്യാഗം ചെയ്ത പാപ്പ മാത്തർ എക്ലേസിയ ഭവനത്തിലാണിപ്പോൾ കഴിയുന്നത്. 2013 ഫെബ്രുവരി 28 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തത്. ലിയോ 13 മാർപ്പാപ്പയ്ക്ക് പുറകിൽ 1740 അന്തരിച്ച ക്ലമന്റ് 12 പാപ്പയാണ് കൂടുതൽ കാലം ജീവിച്ചവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 86 വയസ്സിൽ മരണപ്പെട്ട ക്ലമന്റ് 10 മാർപ്പാപ്പയാണ് അതിനു പുറകിലുള്ളത്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 84 വയസ്സിലാണ് മരണപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ 83 വയസ്സാണുള്ളത്. സഹോദരങ്ങളായ 3 ഇറ്റാലിയൻ നഴ്സുമാർ കോവിഡ് മഹാമാരിയുടെ കാലത്തെ ഏറ്റവും കാഠിന്യമേറിയ നിമിഷങ്ങളുടെ ഓർമ്മയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 2 സ്മരണികകൾ സമർപ്പിച്ചു. അവരുടെ തൊഴിൽ വസ്ത്രങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ കത്തുകളുമായിരുന്നു ശ്രദ്ധേയമായ ആ സ്മരണികകൾ. റഫേലെ മൗട്ടോൺ, മരിയ മൗട്ടോൺ, വലേറിയോ മൗട്ടോൺ എന്നീ സഹോദരിമാരാണ് പാപ്പയ്ക്ക് വ്യത്യസ്തമായ സ്നേഹോപഹാരം നൽകിയത്. യൂണിഫോമിനൊപ്പം മഹാമാരിയുടെ അനുഭവങ്ങളെ ഓർത്തെടുക്കുന്ന രോഗികളുടെയും ആരോഗ്യ ശുശ്രൂഷ പ്രവർത്തകരുടെയും കത്തുകളാണ് പാപ്പയ്ക്ക് നഴ്സുമാർ സമർപ്പിച്ചത്. നഴ്സുമാരുടെ യൂണിഫോം ഓരോ ജീവനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണെന്നും ജീവനോടുള്ള സ്നേഹം വൈറസിനേക്കാൾ വേഗം പടരുന്നതാണെന്നും അവർ പാപ്പയ്ക്കെഴുതി. ആരോഗ്യ പ്രവർത്തകരുടെ വേദനകൾ മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും സാമീപ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് പാപ്പ പറഞ്ഞു. രോഗികളോട് നേരിട്ട് ബന്ധപ്പെടുന്നത് നഴ്സുമാരായതുകൊണ്ട് അവരെപ്പോഴും മധ്യസ്ഥരായി പ്രവർത്തിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മഹാമാരിയിലുടനീളം അവർക്ക് പാപ്പയുടെ സാന്നിധ്യം അനുഭവവേദ്യമായിരുന്നുവെന്നും ദൈവം അടുത്തുള്ളതുപോലെ തോന്നിയതായും നഴ്സുമാർ പറഞ്ഞു. രോഗങ്ങളുടെ ആദ്യ ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നുവെന്ന് ഇവർ ഓർക്കുന്നു. മാനസികമായും വൈകാരികമായും നോക്കുമ്പോൾ അതിലേറെ വൈഷമ്യമുണ്ടായി. കാരണം വളരെ ആരോഗ്യമുണ്ടായിരുന്നവർ പൊടുന്നനെ രോഗികളാവുകയായിരുന്നു. തങ്ങൾ അവരോട് പറയും, നിങ്ങൾക്കുടനെ കൃത്രിമ ആശ്വാസം നൽകേണ്ടതുണ്ട്. അതിനാൽ ഭാര്യയെയോ മക്കളെയോ വിളിക്കാൻ പറയും. അവർ കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യും. പലരും വിളിക്കാതിരുന്നു. ഒരുപാട് പേരും പിന്നീട് ഒരിക്കലും ഉണർന്നില്ല. ഇറ്റലിയിലെ സ്ഥിതിഗതികൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടുത്തെ മരണം ചൈനയിലേതിനേക്കാൾ കൂടിയതായപ്പോൾ അവർക്ക് കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നതായും അവർ പറഞ്ഞു. സ്ലൊവാക്യയിൽ പ്രശസ്ത വയലിനിസ്റ്റ് പൗരോഹിത്യത്തിലേക്ക്. ഒപ്പൂസ് ദേയി സമൂഹത്തിൽപ്പെട്ട 29 പേർക്കൊപ്പമാണ് വയലിനിസ്റ്റായ ആന്ദ്രേ മാറ്റിസിനെയും കർദിനാൾ പിയത്രോ പരോളിൻ അഭിഷിക്തനാക്കിയത്. സംഘമാണിത്. രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ ജാൻ ലെവോസ്ലവ് ബെല്ലയുടെ സംഗീതം. പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആന്ദ്രേ മാറ്റിസ് 15 വയസ്സു മുതൽ വയലിൻ പ്രൊഫഷണലായി അഭ്യസിച്ചിരുന്നു. സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ വയലിൻ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഓപ്പുസ് ദേയി സമൂഹാംഗങ്ങളുമായി പരിചയത്തിലായി. തന്റെ പ്രൊഫഷണൽ തൊഴിലിനൊപ്പം ദൈവത്തോട് കൂടുതൽ അടുക്കാനും കൂട്ടുകാരെയും ആ വഴിയിലേക്ക് എത്തിക്കാനും ഇത് ആന്ദ്രേയ്ക്ക് പ്രചോദനമായി. 21 വയസ്സായപ്പോൾ ആന്ദ്രേ വൈദിക പഠനത്തിനായി ചേർന്നു. തന്റെ ജീവിതം ഒരു സാഹസമാണെന്നും മിക്ക സാഹസ കഥകളും പോലെ അടുത്ത പേജിൽ എന്താണ് വരുന്നതെന്ന് അറിയാത്ത കഥയാണെന്നും ആന്ദ്രേ കരുതുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ തനിക്കിതിനൊരു തുടർച്ച തോന്നുന്നു എന്നാണ് ആന്ദ്രേ പറയുന്നത്. ഒടുവിൽ കലയും സംഗീതവും തന്നെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. അതുപോലെ തന്നെ കൂട്ടുകാരോടും. പൗരോഹിത്യ ജീവിതത്തിലും താൻ ഇത് തുടരും. എന്നാൽ വയലിനിൽ മാത്രമായിരിക്കില്ല ഇനി സമയം ചെലവഴിക്കുക. പുതിയ ജീവിതത്തിൽ ഒരുപാട് ആത്മാക്കളെ സ്പർശിക്കാൻ കൂടി ആന്ദ്രേ സമയം ചെലവഴിക്കും. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.